അമേരിക്ക, റഷ്യ, യുക്രൈൻ എന്നീ രാജ്യങ്ങളിലെ ഉന്നതതല പ്രതിനിധികളാണ് അബുദാബിയിൽ 2 ദിവസം നീണ്ടുനിന്ന ചർച്ചയിൽ പങ്കെടുത്തത്. യുദ്ധം അവസാനിപ്പിക്കാൻ നിർണായകമാകുന്ന പല വിഷയങ്ങളും ചർച്ചയായി. ക്രിയാത്മകമായ ചർച്ചകളാണ് നടന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി എക്സിൽ കുറിച്ചു. അമേരിക്കയുടെ ഇടപെടലിലും പിന്തുണയിലും വിശ്വാസമുണ്ട്. പ്രതിനിധി സംഘം മടങ്ങിയെത്തിയ ശേഷം ചർച്ച നടത്തി കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും സെലൻസ്കി വ്യക്തമാക്കി. ഡോൺബാസിൽ നിന്ന് യുക്രൈൻ സൈന്യം പിന്മാറണമെന്നും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നുമാണ് റഷ്യൻ നിലപാട്. ഡോൺബാസ് അടക്കം യുക്രൈനിൽ തങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുനൽകില്ലെന്നും റഷ്യ ആവർത്തിക്കുന്നു. അടുത്തയാഴ്ച തുടർ ചർച്ചകൾ ഉണ്ടാകും എന്ന സൂചനയാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ നൽകുന്നത്. അബുദാബിയിൽ തന്നെയാകും ചർച്ച നടക്കുക. ചർച്ച ഗുണകരമാണെന്ന് UAEയും വ്യക്തമാക്കുന്നു. ചർച്ചയ്ക്ക് വേദിയൊരുക്കി നൽകുക മാത്രമല്ല, സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എന്തു നടപടിയിലും പൂർണ്ണമായും സഹകരിക്കുമെന്നും UAE വ്യക്തമാക്കി. ചർച്ചകൾ നടക്കുന്നതിനിടയിലും റഷ്യ ആക്രമണം നടത്തിയതായി യുക്രൈൻ കുറ്റപ്പെടുത്തി. കീവ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്നലെ രാത്രി റഷ്യ ആക്രമണം നടത്തി. യുക്രൈൻ ഊർജ്ജ നിലയങ്ങളും തകർത്തു.